പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വിഷയം, ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രീക്കുകാർ യേശുവിനെ അന്വേഷിച്ച് വരുന്ന ഒരു പ്രത്യേക ഭാഗം സുവിശേഷത്തിലുണ്ട്. ഗ്രീക്കുകാർ യേശുവിനെ അന്വേഷിച്ച് വരുന്ന ഭാഗം. അപ്പോഴേ ഗ്രീക്കുകാർ വരും, കർത്താവിനോട് സംസാരിക്കും, അതിനുശേഷം അവർ പോകും. പക്ഷെ അവർ പോയി കഴിഞ്ഞ് കർത്താവ് അസ്വസ്ഥനാകും. ഗ്രീക്കുകാർ പോയി കഴിയുമ്പോൾ കർത്താവ് അസ്വസ്ഥനാകും. അതാണ് ഞാൻ പറഞ്ഞ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ശക്തി പോകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗ്രീക്കുകാർ പോയി കഴിയുമ്പോൾ, ഗ്രീക്കുകാരെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ, യഹൂദന്മാരല്ലാത്ത അക്കാലങ്ങളിലുള്ള ഒരു വിജ്ഞാന സമ്പന്നമായ സാംസ്കാരികമായ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണവരെ. അവരും യേശുവിനെ അന്വേഷിച്ച് വരിക. പക്ഷെ അവർ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിലെ ഈശോ അവരുടെ വരവും പോക്കും ഒക്കെ വിവേചിച്ച് കഴിയുമ്പോൾ മറ്റു ജനപദങ്ങളെ കർത്താവിനെ അന്വേഷിച്ച് വരികയല്ലേ. അപ്പോൾ ഈശോയുടെ മനസ്സിലെ പരിശുദ്ധാത്മ നൽകിയത്, സീ ജീസസ് നോട്ട് ഓൺലി ഫോർ ജൂസ് ബട്ട് ഫോർ ദ ഹോൾ വേൾഡ്. അതായത് നീ വന്നിരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ്. പാപപരിഹാരത്തിൻ്റെ രീതി ശാസ്ത്രങ്ങളിൽ ഈശോ ഒരു ഗോതമ്പ് മണിയായി നിലത്ത് വീഴുന്നുണ്ട്, അഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോൾ കുരിശിൽ സംഭവിക്കാൻ പോകുന്ന പരിഹാര പ്രക്രിയയെക്കുറിച്ചുള്ള ബോധം കിട്ടിയതോടുകൂടി ഈശോ തളർന്നു പോയി. കുരിശ് എപ്പോഴും മനുഷ്യനെ തളർത്തും. അതുകൊണ്ടാണ് 12:27 യോഹന്നാൻ്റെ സുവിശേഷം 12:27 ഈശോ പറയും, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടു. അപ്പോൾ നമുക്ക് ചില സമയത്ത് വാക്ക് കിട്ടത്തില്ലല്ലോ, ഇല്ലേ? എന്ത് പറ്റി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ചില ആൾക്കാർ തലപ്പോച്ചിൽ വന്ന് വീഴുമ്പോൾ ആൾക്കാരോട് എന്നാ പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുവർ, മിണ്ടാൻ പറ്റണില്ല അവർക്ക്. അങ്ങനെ പെട്ടെന്ന് ഈശോയ്ക്ക് നമ്മളെ ഈശോയുടെ മാനസിക പീഡനങ്ങളെയൊക്കെ ധ്യാനിക്കണം കേട്ടോ. അപ്പോഴേ പരിശുദ്ധാത്മാവിൽ നമുക്ക് സ്നേഹം, കർത്താവിനോട് അഭിഷേകം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്നാ പറ്റി എന്ന് അപ്പോസ്തലന്മാർ ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഞാൻ എന്ത് പറയണ്ടോ, അതാണ് പറയുന്നത്. എൻ്റെ ആത്മാവ് മരണകരമായ പീഡ അനുഭവിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടോ. അപ്പോൾ പ്രാർത്ഥിക്കാൻ എനിക്കൊരു വാക്കുതാ അപ്പാ എന്നാണ് നിലവിളിച്ച് പറയണത്. ഞാൻ എന്ത് പറയണ്ടു. ഇപ്പം നമുക്കും വിഷമം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വാക്ക് കിട്ടത്തില്ലല്ലോ. അപ്പം നമ്മൾ മാത്രമല്ല, വിഷമം വരുമ്പോഴും രോഗം വരുമ്പോഴും പ്രാർത്ഥിക്കാൻ വാക്ക് കിട്ടാത്തത് ഈ മാനുഷിക അവസ്ഥയാണത്. മാനുഷിക അവസ്ഥയില്ലേ, അതിൻ്റെ ഒരു അവസ്ഥയാണ്. അതായത് ഡിസ്ചാർജ് ആകുമ്പോൾ, ശക്തി പോയി കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും വാക്ക് കിട്ടത്തില്ല. പക്ഷേ ഈശോനെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അതാണ് ഈശോ പറയവേ, പരിശുദ്ധാത്മാവ് സഹായകനെന്ന് പറയണത് അതാണ്. അപ്പോൾ ഈശോയോട് പറഞ്ഞു,
അപ്പായുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അയ്യോ, എന്നാ രസമാ അത് കേൾക്കാൻ. അതായത് എന്താ പറയണത്? അതായത് അപ്പാ എന്ന് വിളിക്കൂ. അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് വായിക്കുമ്പോൾ നമുക്ക് കണ്ണു നിറയും. അത് അത്രയ്ക്ക് ഹൃദ്യമായിട്ടാണ് പറയണത്. വാക്ക് കിട്ടണില്ലേ? ഈശോ ഈ ലോകത്ത് നമ്മുടെ കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളില്ലേ, അതൊക്കെ ആരാധന വിഷയമാണ്. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ കാലങ്ങളിലെ ഞങ്ങളുടെ സ്നേഹത്തെ പ്രതി നീ അനുഭവിച്ചു കൂട്ടിയ മാനസിക സംഘർഷങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ സ്തുതി, സ്തുതി, സ്തുതി. ഹല്ലേലൂയ. ആരാധന, 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 12:28 ആ വചനമുള്ളത്. അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പം മനസ്സിലായില്ലേ അസ്വസ്ഥമാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന്? പണ്ട് പൗലോസ് പറഞ്ഞതാണ്. എന്നാ പറഞ്ഞത്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയത്തില്ല. അതാണ് ഈശോ പറയണത്. അപ്പാ, ഞാൻ എന്ത് പറയണ്ടു ഇല്ലേ? എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടു? എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ലെന്ന്. വേണ്ട വിധം ആ സമയത്ത് വേണ്ട വിധം. അതാണ് നമ്മൾ ഈ യോഹന്നാൻ 12:1 ഞാൻ എന്നാ പറയണ്ടു എന്ന് പറയണതും വേണ്ട വിധം 8:26 റോമാലേഖനം 8:26 ഇൻ്റർ കണ്ടൻ്റാണ് ശരിക്കും. അതായത് ഞാൻ എന്ത് നോക്കി, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പം ഈശോനെ സഹായിച്ചത് ആത്മാവാണ്. കണ്ടില്ലേ? ഞാൻ എന്ത് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പൗലോസ് പിന്നീട് പറഞ്ഞത് എന്താ? നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. എന്താ കാര്യം? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അവാച്യമായ നെടുവീർപ്പിനാൽ നമ്മുടെ ഉള്ളിൽ നിന്നവൻ മധ്യസ്ഥം വഹിക്കുന്നു. ആ മധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് കിട്ടിയ വചനം എന്താണ്? അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. 12:28 വചനങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം. അപ്പാ, അങ്ങയുടെ നാമത്തെ. മക്കളെ ഒന്ന് കേട്ടൊന്ന് ശ്രദ്ധിച്ചേ മക്കളെ. അതായത് നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വിഷയമാണിത്. എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മനസ്സിലായില്ലേ? ഇപ്പം നിനക്ക് കൊച്ചുങ്ങളില്ല. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? നിനക്ക് കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലമായി അല്ലെങ്കിൽ 10 കൊല്ലമായി, കൊച്ചുങ്ങളില്ല. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? നീ അടിവയറ്റ് കൈവച്ചിട്ട് അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതാണ് സംഭവം. അപ്പം നിൻ്റെ കല്യാണം നടക്കണില്ല എന്ന് വിചാരിച്ചോ? അപ്പം നിനക്ക് 34-36 വയസ്സായി. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? ഹോൾ ബോഡി കൈനെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞ അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് യു ക്യാൻ റിസൈറ്റഡ് ഫോർ റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ട് റിസൈറ്റ് ചെയ്യണം. ഇത് എന്നുവെച്ചാൽ അപ്പോൾ അങ്ങയുടെ നാമത്തെ മഹത്വം ആദ്യം ഇപ്പം അച്ഛൻ പറഞ്ഞുകൊണ്ട് നീ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് ഓട്ടോമാറ്റിക്കലായിട്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. നമുക്കൊരു പണി ചെയ്യാം. നമുക്കിപ്പോഴുണ്ടാകുന്ന രോഗങ്ങൾ, ഇപ്പം നീ രോഗങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ ആ രോഗത്തെ തൊട്ടിട്ട് നീ പറയണം, അപ്പാ,
അങ്ങയുടെ നാമത്തെ അതായത് നീ അത് പറയുമ്പോൾ നിൻ്റെ ഹൃദയത്തിൽ ഈശോയോടുള്ള സ്നേഹം നിറഞ്ഞിരിക്കണം. അച്ഛൻ പറഞ്ഞ പോലെ ചെയ്ത് എൻ്റെ മക്കളെ, എവിടെയാണ് വേദന അവിടെ നീ കൈവെക്ക്. നിനക്ക് വീടില്ലെങ്കിൽ ആ വീടെ നീ തൊട് ഈശോയുടെ നാമത്തിലേ. നിനക്ക് വഴിയില്ലെങ്കിൽ ആ വഴിയിലേക്ക് നീ കൈ ചൂണ്ടിക്കൊണ്ട് പറ. എന്തെന്ന് പറയണം? അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ അസ്വസ്ഥമാക്കുന്ന, ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന, ആത്മാവിനെ അസ്വസ്ഥമാക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിന്റെ കമ്പനിയുടെ പോരായ്മയാകാം, നിനക്ക് ജോലിയില്ലാത്ത അവസ്ഥയാകാം, നിന്റെ സർട്ടിഫിക്കറ്റുകൾ എവിടെ കാണിച്ചിട്ടും ഒരു കാര്യമില്ലാത്ത രീതിയിൽ കുന്നുകൂടി നിന്റെ കയ്യിരിപ്പുണ്ടാകാം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ ദൈവത്തിൽ നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ അതിരിക്കണം ബാഗിൽ പെട്ടിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചെടുക്കട്ടെ. അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത്ഭുതം നീ കാണാൻ പോകുന്നു. അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ അങ്ങയുടെ നാമത്തെ അമ്മേ, പരിശുദ്ധ അമ്മേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ, ലോകം മുഴുവനും ദൈവനാമത്തെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അവസ്ഥകളിലെ അടിപ്പുഴ പോലെ വൈദാകാലം പോലെ ദൈവിക ശക്തി ഇറങ്ങട്ടെ. എൻ്റെ പേര് ഗീത. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡ് അർണോൾഡ് റോബർട്ട്സൺ. ഞാൻ ഇന്നത്തെ ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് കയറുന്നത്. എല്ലാം തന്നെ നടക്കാൻ അസാധ്യമായ കാര്യങ്ങളായിരുന്നു എനിക്ക് നടന്നിരുന്ന ഇതിന് മുമ്പുള്ള 2 സാക്ഷ്യങ്ങളും. ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ്. എനിക്ക് വളരെ വിഷമപ്പെട്ട പ്രയാസപ്പെട്ട ഒരു കുടുംബ വിഷയത്തിലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത്. ഞാൻ 3 പ്രാവശ്യം ഉടമ്പടി എടുത്തതിൽ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും. പക്ഷേ ഈ ഒരു കാര്യം സാധിക്കില്ല. കാരണം ഞാൻ വെച്ചിരുന്ന ഈ ഉടമ്പടി ആദ്യം വെക്കുന്ന ഇതാണ്. കാരണം ഭാഗോടമ്പടി നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, സഹോദരി മരിച്ചു, സഹോദരൻ മരിച്ചു. ഇനി എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഞങ്ങളുടെ പേരിലുള്ള 7 സ്ഥലങ്ങളുണ്ട്. അത് ഭാഗോടമ്പടി ചെയ്ത് മക്കൾക്ക്, എനിക്കും ഇനിയുള്ള എൻ്റെ സഹോദരങ്ങളുടെ മക്കൾക്കും വേണ്ടിയിട്ടുള്ള വസ്തുക്കളാണ്. പക്ഷേ അത് നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കിടക്കുന്നതാണ്. ഇത്രയും കാലങ്ങൾ ഞങ്ങൾ പുറത്തും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നുകൊണ്ട് അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. വന്ന് ഉടമ്പടിക്ക് കൊടുക്കാൻ, അത് ഭാഗോടമ്പടിക്ക് കൊടുക്കാനായിട്ട് വക്കീലിനെ സമീപിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു, പുറത്തിരിക്കുന്ന മക്കളെല്ലാവരും വരട്ടെ, നിങ്ങളും വന്നാൽ മതി, ഉടനടി ചെയ്തു തരാം, നിങ്ങളൊരു 80,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ അടച്ച് എല്ലാ ആധാരങ്ങളും അതിൻ്റെ കോപ്പികളും കരടച്ച രസീതും എല്ലാം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. വക്കീൽ അത് കാണുന്ന സ്ഥലങ്ങളെല്ലാം തിരുവനന്തപുരത്താണ്. അപ്പോൾ അത് നെയ്യാറ്റിൻകരയിലേക്ക് അവിടെയാണ് ഫയൽ ചെയ്യേണ്ടതെന്നും പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം എല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ച് പൈസകളും അടച്ച് എല്ലാം ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളുടെ കുട്ടികളെല്ലാം അമേരിക്കയിലും കാനഡയിലും ഒക്കെയാണ്, ഒരാൾ ദുബൈയിലുമാണ്. ഇവർ എല്ലാവരും കഴിഞ്ഞ വർഷം മാർച്ചിൽ വന്ന് ഒരുമിച്ച് കൂടി എല്ലാം സൈൻ ചെയ്തും കൊടുത്തു. അപ്പോൾ അതിന് ഒബ്ജക്ഷൻ ഒന്നും ഇല്ലാത്തൊരു വസ്തുക്കളാണ്. പക്ഷേ ബാക്കി ഭാഗോടമ്പടി നടത്തിയാൽ മതി. പക്ഷേ ഈ വക്കീലിനെ വിളിച്ചിട്ട് 1 വർഷമായിട്ട് വക്കീൽ ഫോൺ എടുക്കത്തില്ല, എന്താണെന്ന് ഉത്തരം പറയത്തില്ല. എനിക്ക് ദിവസവും തിരുവനന്തപുരത്ത് പോയിട്ട് അന്വേഷിക്കാനും പറ്റില്ല. എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ ഈ ഭാഗോടമ്പടി കിട്ടേണ്ട എല്ലാവരും അവിടെ നിന്നും വിളിക്കും. അവസാനം ഞാനാണ് ഈ അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തി. കാരണം അവർ പറയുന്നത് ഈ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ കൈവശമുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഇവർക്കാർക്കും കൊടുക്കാതിരിക്കണം എന്നുള്ളൊരു പരാതി വരെ അത്രത്തോളം എത്തി. പ്രശ്നങ്ങൾ വളരെ വൈകി. അപ്പോൾ ഞാൻ 14/6 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം 14-ാം തീയതി ആയാൽ എൻ്റെ ഉടമ്പടി തീരും. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ വന്ന് പത്രമൊക്കെ മടക്കാനും ഇടയ്ക്ക് ഇവിടെ പള്ളിയിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ വരും. അപ്പോൾ എന്നോട് ഇവിടെയുള്ള ഓഫീസിലുള്ളവർ പറഞ്ഞു, ഒന്ന് അച്ഛനെ കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആധാരങ്ങളെല്ലാം അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുമ്പോൾ കോടതിയിൽ നിന്ന് എനിക്കൊരു പേപ്പർ തന്നായിരുന്നു, ഇത്രയും സാധനങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട്,
മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റുകളും ഈ ആധാരങ്ങളും റിസീവ് ചെയ്തെന്നുള്ള ടൈപ്പ് ചെയ്തൊരു പേപ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി ഒറിജിനൽ മുഴുവൻ കോടതിയിലാണെന്നാണ് പറഞ്ഞത്. ഞാനത് അച്ഛനെ ഡേറ്റ് ഇട്ട് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഞാൻ ആ പേപ്പർ കൊടുത്തപ്പോൾ അച്ഛൻ മാതാവിനെ പോയി മുത്തിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നീ പേടിക്കേണ്ട പൊക്കോ, അത് ഉടനടി തന്നെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ 12/8 അത് അച്ഛൻ ബ്ലെസ് ചെയ്ത് തന്നത്. ഞാൻ വീട്ടിൽ പോയി 20-ാം തീയതി ആയപ്പോൾ അഡ്വക്കേറ്റ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ ആധാരങ്ങളെല്ലാം എടുക്കാൻ പറ്റും, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളൊരു 3000 രൂപയായിട്ട് വന്നാൽ നിങ്ങൾക്ക് ആധാരങ്ങളെല്ലാം തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് 3000 രൂപ ഇട്ട് കൊടുത്തു. അപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് എന്നാ വരണ്ടേന്ന് ചോദിച്ചു. 22-ാം തീയതി എത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇനി 2000 കൂടെ വേണം. പക്ഷേ 2000 കൂടെ ഞങ്ങൾ അടച്ചു. പക്ഷേ സർവ്വ ആധാരങ്ങൾ 1-2 ആധാരമല്ല, 8 ആധാരമാണ് അവരുടെ കയ്യിലിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റാണ് ആ കോടതിയിലിരുന്നത്. ഒറിജിനൽ മുഴുവൻ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒറിജിനൽ മുഴുവൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റുകളും ഡെത്ത് സർട്ടിഫിക്കറ്റുകളും മാത്രമേ അവരുടെ കയ്യിലുള്ളായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത് ഈ ഒരാഴ്ച 8 ദിവസമേ നീണ്ടു നിന്നുള്ളൂ. സമയത്തിൻ്റെ മാതാവ് അതുപോലെ തന്നെ സമയം കുറച്ച് എനിക്ക് സാധിച്ചു തന്നു. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാൻ വളരെയധികം വിഷമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മകൾ MD ജനറൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളോട് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ എന്തോ ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഇല്ല, ഇപ്പം എഴുത. അതുകൂടാതെ എനിക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഡൽഹിക്ക് പോയതാണ്. ഡൽഹിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് മൊബൈൽ നഷ്ടപ്പെട്ടു. എല്ലാ രേഖകളും പൈസയും എല്ലാം മൊബൈലിലേ ഉള്ളൂ. ക്യാഷായിട്ടും വേറെ ആരും സഹായിക്കാനില്ല, ഒറ്റയ്ക്കാണ് പോയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, എന്നെ വിളിച്ചു. ആ ഫോണിൽ നിന്നാണ് വിളിച്ചത്. വിളിച്ചിട്ട് ഞാനിപ്പോൾ അതേ ട്രെയിനിൽ കയറുകയാണ്, ട്രെയിൻ വന്ന് കിടക്കുവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ആയില്ല. അതിന് മുമ്പ് എന്നെ വിളിച്ച് പറയുന്നു, എൻ്റെ ഫോൺ കാണുന്നില്ല, ഫോൺ നഷ്ടപ്പെട്ടു, എനിക്കിനി വിളിക്കാൻ സാധിക്കത്തില്ല, നിൻ്റെ നമ്പറാണ്. ഞാൻ ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ആ കടയിൽ വെച്ച് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണെന്ന് അറിയില്ല, ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ, അത് കിട്ടുന്നവരാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിൻ്റെ നമ്പറിലേക്ക് ആണ് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനടി മുട്ടുകുത്തി ഞാൻ എടുത്തു വെച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ പൈസയില്ല, കോണ്ടാക്ട് ചെയ്യാനൊരു ആളും ഇല്ല, ഈ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ പല രേഖകളും അതിനകത്താണല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു, മാതാവേ അദ്ദേഹം തിരിച്ചിവിടെ വീട്ടിലെത്തും മുമ്പ് ആ മൊബൈൽ കിട്ടിയെന്നൊരു അറിവ് എനിക്കുണ്ടാവണേന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി ട്രെയിൻ കയറി അയാളുടെ കൂട്ടുകാരെന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു. ആ കടക്കാരൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം കിട്ടിയിട്ടില്ല കേട്ടോ, കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആ ട്രെയിനിലുള്ള ആൾക്കാരും എല്ലാവരും മാറി മാറി എന്നെ വിളിക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല. അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇല്ല ലഭിച്ചിട്ടില്ല, ഒരു അറിവും വന്നിട്ടില്ല, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തായാലും അത് മേടിച്ച് തരണം, എന്തെങ്കിലും തെറ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തിട്ട് ആ മൊബൈൽ കിട്ടിയെന്ന് എനിക്കിന്ന്, അല്ലാതെ ഞാൻ ഉറങ്ങത്തില്ല എന്നും പറഞ്ഞ് ബൈബിളും പിടിച്ച് കട്ടിലേ തന്നെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായാലും ഞാനിത് വിവരം മാതാവ് എന്നോട് പറഞ്ഞു തരാതെ ഞാൻ ഉറങ്ങില്ല എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു 12 മണിയായപ്പോഴത്തേക്ക് എനിക്ക് ഇതിലുണ്ട് മൊബൈലിൽ, കടക്കാരനെ അയച്ചു എന്നാണ്. അവിടുത്തെ ഡസ്റ്റ്ബിന്നിനകത്ത് മൊബൈൽ സൈലൻ്റാണ്, കാരണം മൊബൈലിന് ചാർജ് ഇല്ലാത്ത കാരണം സൈലൻ്റാണ്. അപ്പോൾ അയാൾ ആ നോക്കിയ ഓരോ ഡസ്റ്റ്ബിന്നും അയാൾ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇട്ട് തന്നിട്ട് അതിൽ ഒരു ഡസ്റ്റ്ബിന്നിൽ മൊബൈലുണ്ട്. ഈ ഫുഡ് വേസ്റ്റ് കൊണ്ട് ഇട്ട കൂട്ടത്തിൽ മൊബൈലും കിടക്കുമായിരുന്നു. അങ്ങേരെടുത്തു, അങ്ങേര് വേറൊരാൾ വഴി ഞങ്ങൾക്ക് കൊരിയർ ചെയ്ത് തന്നു. ആ സാധനം ഞങ്ങൾക്ക് അദ്ദേഹം കൊരിയർ ചെയ്ത് ഞങ്ങൾക്കത് 10-15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ സാധിച്ചു. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ഒരു മൊബൈലൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഡൽഹിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാലൊന്നും ആരും തിരിച്ചു തരുന്ന ആളല്ല. ഇത് വെറും ഒരു ചായക്കട നടത്തുന്ന, കാപ്പിക്കട റെയിൽവേ സ്റ്റേഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും സഹായിച്ചു. ഞാൻ കൊരിയറിനുള്ള പൈസ ഞാൻ പിന്നെയാണ് അന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഇട്ട് കൊടുത്തു. അത്രമാത്രം അത്ഭുതകരമായിട്ട് മാതാവ് രക്ഷിച്ചു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകുമ്പം കൈ കിടന്ന് റിങ് ലഗേജ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ പോയി. പക്ഷേ പുള്ളി അറിയണില്ല,
പുറത്തിറങ്ങി ഓട്ടോ വിളിക്കാൻ നേരത്താണ് റിങ് നഷ്ടപ്പെട്ടത് അറിയുന്നത്. തിരിച്ചോടി വീണ്ടും കമ്പാർട്ട്മെൻറ്റിൽ വീണോന്ന് അറിയാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ലോഡ് ചുമക്കുന്ന ആൾ ചുമട്ടുതൊഴിലാളി പറഞ്ഞു, എന്താ സാറേ പോകുന്നതെന്ന് ചോദിച്ചിട്ട് ആ മോതിരം കിട്ടിയിട്ട് അവർ വേറൊരാളെ ഏൽപ്പിച്ച് അവിടെ കൊണ്ടു കൊടുത്തിട്ട് ആ മോതിരം അപ്പം തന്നെ തിരിച്ച് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാത്തപ്പോഴൊക്കെ പുള്ളിയാണ് ഉടമ്പടി എടുക്കുന്നത്. ആദ്യം ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി. അന്ന് ട്രെയിനിൽ നിന്ന് ഏറ്റവും മേളിലത്തെ സീറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വീണു. പക്ഷേ ഇത് ഇവിടെ നിൽക്കുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. മുട്ടിടിച്ചെന്നുള്ളൊരു വേദനയില്ലാതെ ഒരു പാട് പോലും ഇല്ലാതെ മാതാവ് സൂക്ഷിച്ചു. രണ്ടാമത്തെ ഉടമ്പടി എടുത്തെന്നാണ് ഈ മോതിരം കാണാൻ പോകുന്നത്. മൂന്നാമത്തെ ഉടമ്പടി എടുത്തിട്ട് ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ഇത് പോയി. അപ്പോൾ ഞാൻ എപ്പോഴും പറയും മാതാവിനെ ോട് പ്രാർത്ഥന. അപ്പോൾ അച്ഛൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പറയും, ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമില്ല, നമ്മൾ അതിൽ ഉടമ്പടി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന് അച്ഛൻ പല പ്രാവശ്യവും ഇവിടെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അശ്രദ്ധകൾ നമ്മൾ ഉടമ്പടിയിൽ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ ദൈവം ഓർപ്പിക്കാനാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേദനകൾ നമുക്ക് തരുന്നത്. പിന്നെ കൂടാതെ ഞാൻ എൻ്റെ ഈ ഉടമ്പടിയുടെ ഒരു ഉഴപ്പ് വന്നത് ജൂണിൽ എനിക്കൊരു പുതിയ സെർവൻറ്റ് വന്നു. അതുവരെ എനിക്ക് 4 മണിക്ക് എണീറ്റ് പാചകങ്ങൾ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇവർ വന്ന് ജോയിൻ ചെയ്ത് ഇനി 2 ദിവസം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് 6:30 മുമ്പ് എണീറ്റ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. കാരണം ഇവിടെ ഡെയിലി ബ്രെഡ് 5:30 അപ്പോൾ എന്നും 5:30 ഇത് അറ്റൻഡ് ചെയ്യണം, എനിക്ക് 4 മണിക്ക് എണീക്കണം. ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അന്ന് ഒരു ദിവസം ഉറങ്ങി, എണീറ്റില്ല. ബെല്ലടിച്ചു, മൊബൈലിൽ ഞാൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നു. പിറ്റേ ദിവസം ഞാൻ അതുപോലെ തന്നെ 5:30 മൊബൈൽ അടിക്കുന്നുണ്ട്, ഓഫ് ചെയ്തപ്പോൾ ഇത് അടിക്കുമ്പോൾ ഉള്ള പ്രകാശത്ത് നോക്കുമ്പോൾ എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലുമേൽ മാതാവിൻ്റെ പകുതി രൂപം തെളിഞ്ഞു. കാരണം ഞാൻ ഡെയിലി ബ്രെഡ് അതുവരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു ജോലിക്കാരത്തെ കിട്ടിയല്ലോ, അപ്പോൾ ഇനി അവർ രാവിലെ എണീറ്റ് എല്ലാം ചെയ്തോളുമല്ലോ എന്ന് ഓർത്തിട്ട് എന്നാൽ എണീറ്റ് ഇന്ന് പ്രാർത്ഥിക്കേണ്ട, 6:30 ആകുമ്പോൾ എണീറ്റ് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള ആ ഒരു ഉഴപ്പിന് ആ സെക്കൻഡിൽ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതിനിടയ്ക്ക് പലപ്പോഴും ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ അമ്മ മാതാവ് പോകണമെന്ന് ഞാനിവിടെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്ത് മാത്രം എന്താ അമ്മ വരാത്തത്, അപ്പോൾ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്ന് ഞാനിങ്ങനെ, എനിക്ക് അമ്മ ഇല്ലല്ലോ, അപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം എൻ്റെ അടുത്തൊന്ന് വന്നൂടെ എന്ന് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ആ കറക്റ്റ് ഞാൻ ആ ഉടമ്പടി ഉഴപ്പി അന്ന് തന്നെ വീട്ടിലെത്തി ഡോറയിൽ അതുപോലെ ഞാൻ ഉടനെ പുള്ളിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. മാതാവ് വീട്ടിൽ വന്നിരിക്കുന്നു, നിങ്ങൾ നോക്കെന്ന് പറഞ്ഞു. പുള്ളിയെ എണീറ്റ് കണ്ടിട്ട് സ്തംഭിച്ചങ്ങ് ഇരുന്ന് പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കാണുമ്പോൾ പേടിച്ചു പോയി, അങ്ങ് ഒന്നും നമുക്ക് പറയാനോ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പോയി. അങ്ങനെ എനിക്ക് അതുപോലെ തന്നെ ഇപ്പം കുറേ ഞാൻ ആർക്കെങ്കിലും എണ്ണയോ ഉപ്പോ കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അസുഖങ്ങൾ മാറുകയും ആശുപത്രികളിലൊക്കെ ഞാൻ പോകാറുണ്ട്, പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് ഞാനൊരു അമ്മയെ എടുത്ത് അവിടെ നോക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ഒരു പകുതി ഭാഗം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് തളർന്ന ആളാണ്, ശരിക്കും നടക്കാനൊന്നും പറ്റാത്ത. അവരെൻ്റെ കൂട്ടത്തിൽ അവിടെ തന്നെ താമസിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ആൺകുട്ടിയെ എടുത്ത് വളർത്തുന്നുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ BA കഴിഞ്ഞു, നേഴ്സിങ്ങിന് ഇപ്പോൾ 2nd ഇയർ ആണ്. അപ്പോൾ അതും 6ാം ക്ലാസ്സിൽ കിട്ടിയതാണ്. ആ കുട്ടിയെ പള്ളിയിൽ നിന്ന് തന്നാണ്. ഇതുവരെ അവനെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഞാൻ ബിസിനസ്സാണ്, അപ്പോൾ ഹോസ്റ്റലാണ്. അപ്പോൾ ഫീസില്ലാതെയും പല കുട്ടികൾ വരികയും എടുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാതെയൊക്കെ നിർത്തുന്നുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എല്ലാ മാസവും 3-4 കെട്ടും. ഞാൻ പണ്ട് പത്രം മേടിച്ചാൽ എങ്ങനെയും പള്ളിയിലോ എനിക്ക് കാണുന്ന എവിടെയെങ്കിലും കൊടുത്തത് തീർക്കണമെന്നുള്ളായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെയല്ല, ആ പത്രം അത് ആവശ്യമുള്ളവരാണോ എന്ന് മാത്രം നോക്കിയിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ കൊണ്ടേ കൊടുക്കും, പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എടുക്കുന്ന പത്രങ്ങൾ കൊടുക്കും. പിന്നെ വസ്ത്രങ്ങൾ പറ്റുന്നിടത്തോളം മേടിച്ചിട്ടും അല്ലാതെയും പഴയതും ഒക്കെ ആയിട്ടും ആൾക്കാർക്ക് കൊടുത്തു വിടും. പിന്നെ അനാഥാലയത്തിന് ഭക്ഷണത്തിന് കൊടുക്കും. പള്ളിയിൽ
അരി മേടിച്ചിട്ട് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ പാവപ്പെട്ടവർക്കായിട്ട് അത് ആഴ്ചയിൽ അവർ കൊടുക്കും, കഞ്ഞി വെച്ച് കൊടുക്കും ഒക്കെ ഉണ്ട്. എല്ലാ മാസവും പറ്റുകയാണെങ്കിൽ ഓരോ ചാക്കെടുത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു 5% ഇവിടുത്തെ പള്ളിക്ക് തന്നെ ഞാൻ എല്ലാ മാസവും വന്ന് അടച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ഭക്ഷണം ചിലപ്പോഴെല്ലാം ഉണ്ടാക്കിയിട്ട് റോഡിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊണ്ടുപോയി പൊതി കെട്ടിയിട്ട് കൊടുക്കും, ആശുപത്രിയിൽ പോയിട്ട് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിഷമം വന്ന് ഒരു ദിവസം ഒരു അന്തി ഉറങ്ങണമെന്ന് പറഞ്ഞ് ആര് വന്നാലും ഞാൻ സാധാരണ അവിടെയുള്ള ഹോസ്റ്റലുകാർ പുറത്തുനിന്ന് അങ്ങനെ വരുന്നവരെ കയറ്റാറില്ല. എങ്കിൽ പോലും റിസ്ക് എടുത്തിട്ട് ഞാൻ നിർത്തി ഒരു ദിവസമോ 2 ദിവസമോ പൈസ ഇല്ലെങ്കിൽ പോലും നിർത്തി ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ വിടാറുള്ളൂ. ആരെൻ്റെ അടുത്ത് വന്നാലും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടോ അല്ലാതെ ഞാൻ വിടാറില്ല. പക്ഷേ മാതാവ് എപ്പോഴും എനിക്ക് എന്തെങ്കിലും വരാനുണ്ട്, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുന്നേ കൂട്ടി എനിക്ക് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ കാഴ്ചയിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞായിട്ടോ അല്ലെ അച്ഛൻ പ്രസംഗിക്കും. ആ അച്ഛൻ്റെ സ്പീച്ച് ഞാൻ എല്ലാ ദിവസവും കേൾക്കാതെ കിടക്കത്തില്ല. അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലെ ബൈബിൾ എടുക്കും. ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന. എന്നോട് ബൈബിൾ നന്നായിട്ട് സംസാരിക്കാം, ഈശോ നന്നായിട്ട് എന്നോട് സംസാരിക്കും. കാരണം എനിക്ക് എന്താണ് നമ്മൾ പ്രശ്നം എന്ന് വെച്ച് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി എടുക്കുമ്പോൾ പേജിൽ അതിൽ തന്നെ എനിക്ക് മറുപടി തന്ന് എന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്കിപ്പോൾ പല പ്രാവശ്യവും കുർബാനയിൽ ഈശോയെ പള്ളി കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു 3 പ്രാവശ്യത്തോളമായി എനിക്ക് അങ്ങനെ ഈശോയെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കുർബാന നടക്കുമ്പോൾ എനിക്ക് കരയാൻ തോന്നും. കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കരയാൻ തോന്നുകയും ഈശോയെ എനിക്ക് അവിടെ പള്ളിയിൽ കാണാൻ സാധിക്കുന്നു. ഇപ്പം 3-4 പ്രാവശ്യം എനിക്ക് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ധാരാളം ഉണ്ട്. ഞാൻ ഇവിടെയും വന്നിട്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മടക്കാൻ സമയമുള്ളപ്പോൾ ഒക്കെ മടക്കും. പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെത് 10-ാം തീയതിക്കുള്ളിൽ ഞാനിവിടെ ഒരു ഷെയർ ഇവിടെ പള്ളിയിൽ അടയ്ക്കും. കാരണം ഇവിടെ അത് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമായിട്ട് ആ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ തന്നെ ഇവിടെ ഞാനത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു രോഗിയായിരുന്നു. ഷുഗറിൻ്റെ അസുഖം വളരെ അധികം എനിക്കുണ്ടായിരുന്നു. എനിക്ക് 380-340 ഇങ്ങനെയുണ്ട്. ഞാൻ രാവിലെയും വൈകിട്ടും ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. എന്നാലും എനിക്ക് കുറയത്തില്ലായിരുന്നു. ഞാൻ പക്ഷേ ഒരിക്കലും എൻ്റെ ഉടമ്പടിയിൽ എനിക്കിന്നത് വേണമെന്ന് ഇന്ന് വരെ ഇവിടെ ഉടമ്പടിയിൽ ഒരാവശ്യവും വെക്കാറില്ല. എനിക്കിന്ന ആവശ്യം എന്നാണ്, എൻ്റെ ആരോഗ്യം വേണം, അങ്ങനെ ഞാൻ പറയാറില്ല. എനിക്ക് പരിചയപ്പെട്ടവർക്കും അടുത്തവർക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും വേണ്ടിയാണ് ഞാൻ കൂടുതലും പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഉടമ്പടിയിൽ ഞാൻ വച്ചു, മാതാവേ ഓടി നടന്ന് ഇവർക്ക് വേണ്ടിയൊക്കെ ജോലി ചെയ്യണമെങ്കിൽ എൻ്റെ ആരോഗ്യം എന്താണ്, ഷുഗർ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ ഷുഗർ 2 മാസമായിട്ട് നോർമലിലും താഴെയാണ്. എല്ലാ ദിവസവും നോക്കുമ്പോൾ 120 താഴെയാണ്. ഞാൻ എല്ലാ ദിവസവും രാത്രി കുരിശ് വരച്ച് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ എനിക്ക് രോഗസൗഖ്യവും നൽകി അനുഗ്രഹിച്ചു.